Hello dears. Here activity 13. Classify the given terms into kitchen utensils, food items and food ingredients. Collect pictures of these and make an album. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതൊക്കെ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അത് കിച്ചൺ യൂട്ടൻസിലാണോ, അതായത് അടുക്കള ഉപകരണമാണോ, ഫുഡ് ഐറ്റം ആണോ, ഭക്ഷണ സാധനങ്ങളാണോ, ഫുഡ് ഇൻഗ്രീഡിയൻസ് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് മെറ്റാ എയോട് ചോദിച്ചിട്ട് ഈ ഓരോ സാധനങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാം. ടീച്ചർ ഇത് ഓൾറെഡി കണ്ടുപിടിച്ചതുകൊണ്ട് ഫസ്റ്റ് ഫുഡ് ഐറ്റംസ്, പിന്നെ കിച്ചൺ യൂട്ടൻസിൽസ്, പിന്നെ ഇൻഗ്രീഡിയൻസ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഫോർ ദാറ്റ് യു ഫസ്റ്റ് ഓപ്പൺ യുവർ വാട്സപ്പ് ആൻഡ് ക്ലിക്ക് ദ മെറ്റാ ഐക്കൺ. ദർ യു ടൈപ്പ് യുവർ കമാൻഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കമാൻഡ് എന്നാണ് ചോദിക്കുക. ഞാനിപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഡു യു നോ കിച്ചൺ യൂട്ടൻസിൽസ്? സോ മെറ്റാ റിപ്ലൈഡ് മെറ്റാ നോസ് ദാറ്റ്. അപ്പോൾ ഞാൻ ഇനി ഓരോ ഐറ്റംസ് ആയിട്ട് ചോദിക്കുകയാണ്. ഫസ്റ്റ് ഫുഡ് ഐറ്റം ആണ് ചോദിക്കുന്നത്, എഗ്ഗ്. സോ മെറ്റാ ഗേവ് ദ ഫോട്ടോ ഓഫ് എഗ്ഗ്, മുട്ട അല്ലേ. നെക്സ്റ്റ് ബനാന. യെസ്, മെറ്റാ ജനറേറ്റഡ് ദ ഇമേജ് ഓഫ് ബനാന. നെക്സ്റ്റ് ബോയിൽഡ് റൈസ്, വേവിച്ച അരി. യെസ്, ഇറ്റ്സ് ഓൾസോ ജനറേറ്റഡ്. നെക്സ്റ്റ് ഫ്രൈഡ് ഡംപ്ലിങ്സ്, ഇതാണ് ഫ്രൈഡ് ഡംപ്ലിങ്സ്. നെക്സ്റ്റ് സ്റ്റീംഡ് ഡംപ്ലിങ്സ്. ലെറ്റ്സ് ചെക്ക്. ഓ നോ, വി ഗോട്ട് ഇറ്റ്സ് ഫ്രൈഡ് ഡംപ്ലിങ്സ് ഇമേജ്. അപ്പോൾ നമ്മളൊന്നും കൂടെ ഡംപ്ലിങ്സ് കേരള സ്റ്റൈലിൽ നിന്ന് കൊടുത്തു നോക്കി. അപ്പോൾ കറക്റ്റ് ആവിയിൽ വേവിച്ച ഡംപ്ലിങ്സ് കിട്ടി. നെക്സ്റ്റ് ബനാന ഫ്രൈസ്. യെസ്. നെക്സ്റ്റ് സ്റ്റീംഡ് റൈസ് കേക്ക്. ഇറ്റ്സ് ജനറേറ്റിംഗ് ദ ഇമേജ്. ലെറ്റ്സ് വെയിറ്റ്. ഓ നോ, ഇറ്റ്സ് നോട്ട് ദ സ്റ്റീംഡ് റൈസ് കേക്ക് അല്ലേ. ഇത് കൽത്തപ്പം എന്ന് പറയുന്നതല്ല. നമ്മളൊന്നും കൂടെ ചോദിച്ചു നോക്കാം. എഗെയിൻ ഇറ്റ്സ് എ റോങ് ഇമേജ്. വൺസ് മോർ ലെറ്റ്സ് ആസ്ക്. കേരള കൽത്തപ്പം കറക്റ്റ് ഇമേജ് അല്ല. സോ ലെറ്റ്സ് ആസ്ക് ടു ദ ഗൂഗിൾ. അത് ഗൂഗിളിനോട് ചോദിക്കാം. ഇറ്റ്സ് റൈറ്റ്, കൽത്തപ്പം റൈറ്റ് ഇമേജ് കിട്ടി. നെക്സ്റ്റ് റൈസ് സൂപ്പ്. കഞ്ഞിവെള്ളമാണ് കറക്റ്റ് റൈസ് സൂപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ സൂപ്പ് എന്നുള്ള ഇവിടെ ഒരു ഇംഗ്ലീഷ് ടേം ആയതുകൊണ്ട് കുറച്ചുകൂടെ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കഞ്ഞിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് സാർഡൈൻ ഫ്രൈ, മത്തി പൊരിച്ചത്. നെക്സ്റ്റ് ലെൻറ്റിൽ ഫിറ്റേഴ്സ്, പരിപ്പ് വട. ദെൻ സ്ട്രിങ് ഹോപ്പേഴ്സ്, നൂൽപുട്ട് അഥവാ ഇടിയപ്പം. നെക്സ്റ്റ് ഘീ റൈസ്. മെറ്റാ ഈസ് ജനറേറ്റിംഗ് ദ ഇമേജ്. ഓ നോ, വി ഗോട്ട് എ റോങ് ഇമേജ്. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഘീ കഴിഞ്ഞിട്ട് സ്പേസ് വിട്ടിരുന്നില്ല. ഒന്നും കൂടെ ഘീ കഴിഞ്ഞിട്ട് സ്പേസ് വിട്ടിട്ട് റൈസ് കൊടുത്തു നോക്കാം. യെസ്, നൗ ഇറ്റ്സ് ഗിവിങ് ദ റൈറ്റ് ഇമേജ്, നെയ്ച്ചോറ് അല്ലേ. ദെൻ ഐ ആസ്ക്ഡ് മെറ്റാ, നൗ കുഡ് യു ഷോ മീ സം കിച്ചൺ യൂട്ടൻസിൽസ്? ദെൻ മെറ്റാ ഗേവ് മീ സോ മെനി കിച്ചൺ യൂട്ടൻസിൽസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ വിൽ ഗിവ് യു നെയിംസ് വൺ ബൈ വൺ. യു ജനറേറ്റ് ഇമേജ് ലൈക്ക് ദാറ്റ്. ഫസ്റ്റ് ഞാൻ എന്ത് കൊടുത്തു? ഗ്രേറ്റർ കൊടുത്തു. ഗ്രേറ്റർ കൊടുത്തപ്പോൾ അതാ ഗ്രേറ്ററിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്തു. നെക്സ്റ്റ് ലാഡിൽ. ലാഡിൽ കൊടുത്തപ്പോൾ ഓ നോ, വി ഗോട്ട് എ റോങ് ഇമേജ്. സോ ഞാൻ ആ പ്രോംപ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ലാഡിൽ കിച്ചൺ യൂട്ടൻസിൽ. സോ എന്താണ് വരുന്നത് നോക്കാം. യെസ്, നൗ വി ഗോട്ട് ദ റൈറ്റ് ഇമേജ്. നൗ ലെറ്റ്സ് ആസ്ക് സ്ട്രെയിനർ. സ്ട്രെയിനർ ചോദിച്ചു നോക്കാം. വി ഗോട്ട് ദ റൈറ്റ് ഇമേജ്, അരിപ്പ. നെക്സ്റ്റ് റൈസ് പോട്ട്, കലം അല്ലേ. നെക്സ്റ്റ് ക്ലേ പാൻ. നെക്സ്റ്റ് എർത്തേൺ വെയർ, മണ്ണുകൊണ്ടുള്ള പാത്രങ്ങൾ. യെസ്, വി ഗോട്ട് ദ റൈറ്റ് ഇമേജ്. നെക്സ്റ്റ് കിച്ചൺ സ്റ്റൗ, വി ഗോട്ട് ദ റൈറ്റ് ഇമേജ്. ദെൻ ഓവൻ, ഇമേജ് ജനറേറ്റഡ് റൈറ്റ്ലി. നെക്സ്റ്റ് വൺ ഹാത്ത്. ഹാത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ലിവിങ്ങിലൊക്കെ വെക്കുന്നതാണ്. അതുകൊണ്ട് ഹാത്ത് ഇൻ കിച്ചൺ എന്ന് കൊടുത്ത് നോക്കാം. യെസ്, നൗ വി ഗോട്ട് ദ റൈറ്റ് ഇമേജ്, അടുക്കളയുള്ള അടുപ്പ്. നെക്സ്റ്റ് ഗ്രൈൻഡിങ് സ്റ്റോൺ. നമുക്ക് പുറത്തുള്ള ഗ്രൈൻഡിങ് സ്റ്റോൺ ആണ് കിട്ടിയത്. അപ്പോൾ ഗ്രൈൻഡിങ് സ്റ്റോൺ ഇൻ കിച്ചൺ എന്ന് കൊടുത്ത് നോക്കാം. യെസ്, വി ഗോട്ട് ദ റൈറ്റ് ഇമേജ്. നൗ ലെറ്റ്സ് ആസ്ക് സ്കൂപ്പ്. ഓ നോ, വി ഗോട്ട് ice cream scoop. So let's ask scoop utensil in kitchen. Yes, we got the right image. Next mortar and pestle. Yes, ഇടിക്കല്ല് അല്ലേ, റൈറ്റ് ഇമേജ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്പൂൺ, we got the right image. Next
Plate. Yes, the right image is generated. Next, pressure cooker. Yes, we got the right image. Next, bowl. കുഴിയുള്ള പാത്രം. Yes, we got the right image. Next one, knife. കത്തി അല്ലേ? Yes, we got the right image. Next, fork. മുള്ള്. Yes, the right image is generated. Next, kettle. Yes, the image is generated rightly. Next one, frying pan. Yes, the image is generated incorrect. Next, sieve. അരിപ്പ. നമുക്ക് നോക്കാം അതന്നെയാണോ ജനറേറ്റ് ചെയ്യുന്നത്. സോറി, കുറച്ച് വലിയ മറ്റ് നമ്മൾ പാത്രമൊക്കെ വെക്കുന്ന രീതിയിലുള്ള അരിപ്പയാണ്. ഒന്നും കൂടെ നമുക്ക് ചോദിച്ചു നോക്കാം. sieve in kitchen. Yes, we got the right image. Next one, wok. എന്താ wok എന്ന് പറഞ്ഞാൽ? യെസ്, ചീനച്ചട്ടി. യെസ്, we got the right image. Then rolling pin. ചപ്പാത്തി കുഴൽ. യെസ്, we got the right image. Next one, spatula. Yes, we got the right image. Next, chili powder. Yes, we got the right image. Next one, salt. ഉപ്പ് അല്ലേ? യെസ്, we got the right image of the salt. Next, sugar. Yes, we got the right image of sugar. Tea leaves. ഉണങ്ങിയ തേയിലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ടീ പൗഡർ ഒന്ന് കൊടുത്ത് നോക്കാം. എന്താ കാണിക്കാൻ നോക്കാമല്ലോ. ഓ, ഇറ്റ്സ് ബ്രൗൺ ടീ പൗഡർ. ലെറ്റ്സ് ആസ്ക് ബ്ലാക്ക് ടീ പൗഡർ. യെസ്, ദ കറക്റ്റ് ഇമേജ് ഈസ് ജനറേറ്റഡ്. നെക്സ്റ്റ്, കൊറിയാൻഡർ പൗഡർ. മല്ലിപ്പൊടി. യെസ്, വി ഗോട്ട് ദ റൈറ്റ് ഇമേജ്. നെക്സ്റ്റ്, മിൻറ്റ് ലീവ്സ്. പുതിനയില. യെസ്, വി ഗോട്ട് ദ റൈറ്റ് ഇമേജ്. നെക്സ്റ്റ് വൺ, സാമ്പാർ പൗഡർ. Yes, we got the right image. Next one, tomato. Yes, the right image is generated. Next, ginger. Yes, the right image is generated. എല്ലാ കാര്യങ്ങളുടെ അർത്ഥവും മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിച്ചിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, then see you in the next video. Till then, bye bye and take care.